ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദൻ. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 മെയ് മാസ ഫലമാണ്. അപ്പൊ ഈ 2024 മെയ് മാസത്തിന് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും അഥവാ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത്, ഇത്ര നാൾ അവർ ജീവിച്ചിരുന്ന കാലങ്ങളിൽ നിന്ന് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്, പാഷൻ, കരിയർ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബം, വിദ്യാർത്ഥികൾക്ക് തുടങ്ങിയ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണേ ഈ ഒരു മെയ് മാസ ഫലമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത്. അപ്പം മാക്സിമം ചുരുക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് വീഡിയോ കാണുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അധികം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര അരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് എന്താ കന്നിക്കൂനം എന്ന് പറയുന്നത്. പൊതുവെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്കൊരു ഗുണദോഷ സംവത്സര ഫലമായിരിക്കും നിങ്ങൾക്ക് കൂടുതലും ഈ ഒരു മാസം സംഭവിക്കാൻ പോകുന്നത്. വ്യാഴം അനുകൂലമല്ലേ? വ്യാഴം അനുകൂലമാണ്, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇച്ചിരി ഡിലേ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്, പക്ഷെ എന്താണ്, നിങ്ങൾക്ക് അത് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെ പ്രതീക്ഷ കാര്യങ്ങളൊക്കെ അത്ര നടന്നൊന്നും വരില്ല. നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യാം ഒന്ന് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും. ഓവർ എക്സ്പെക്ടേഷൻ നമുക്ക് എന്ത് ചെയ്യും സങ്കടത്തെ കൊണ്ടുവന്ന് തരും, ഇല്ലേ? അധികം എക്സ്പെക്ട് ചെയ്യാതെ നമുക്കൊരു കാര്യം കിട്ടുമെങ്കിലോ നമുക്ക് നല്ലതല്ലേ? ഇപ്പം നമ്മളിപ്പോ എന്താ നമ്മുടെ പേരൻസിന് ചെറിയൊരു ഏജ് വെച്ചാൽ നിങ്ങളെ കുട്ടിക്കാലത്തില് പേരൻസ് പുറത്തു പോകുമ്പോൾ പോയിട്ട് വരുമ്പോൾ മുട്ടായി കൊണ്ടുവരിക. നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും എന്നുള്ള. സോ അത് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം കൂടുതലില്ലേ? കൊണ്ടുവന്നില്ലെങ്കിലോ നമുക്ക് സങ്കടാവൂലേ? പക്ഷെ ഇത് ആദ്യം അവർ ചെയ്തപ്പോ നമുക്ക് അതുണ്ടായിരുന്നു, കാരണം നമുക്ക് എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു, അല്ലേ? അപ്പം ഓട്ടോമാറ്റിക്കലി ഓവർ എക്സ്പെക്ടേഷൻ ചെയ്ത് കുറയ്ക്കുക, അത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാതിരിക്കുക. ആഗ്രഹം നല്ലതാണ്, സ്വപ്നം കാണുന്നത് നല്ലതാണ്, ഇതൊക്കെ ചീത്തയാണെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ അത്ര ഗുണഫലങ്ങൾ പ്രദാനം ചെയ്തെന്ന് വരില്ല. എന്താണ്, പ്രതീക്ഷ പോലെ നടന്നെന്ന് വരില്ല, ആഗ്രഹിച്ച കാര്യങ്ങളും ചിലപ്പോൾ നടന്നെന്ന് വരില്ല. സോ അതുകൊണ്ടുണ്ടാവുന്ന ഒരു ടെൻഷൻ, ദുഃഖം, വിഷമം, ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അമിതമായ പ്രതീക്ഷ വേണ്ട, അമിതമായ ആഗ്രഹങ്ങൾ വേണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ഇതൊക്കെ മോശമാണ് എന്നല്ല. ഓക്കെ, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ല. എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്, നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, പ്രതീക്ഷിച്ചത് നടന്നെന്ന് വരില്ല, ആഗ്രഹിച്ച കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. സോ അതിനൊരു ദുഃഖം ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ അത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു തീരുമാനം എടുക്കണം. ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു, പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, 1 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ്, ഏത് ലെവലിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, നമ്മുടെ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരു തീരുമാനം എടുക്കാൻ പോകുകയാണെങ്കിൽ ഈ ഒരു മാസം തല്ലുവിടുന്നേ, ഈ മാസം കൊണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെ മുന്നോട്ട് പോവുക. ഒരു പുതിയ തീരുമാനം ഒന്നും എടുക്കണം, കാരണം നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവാം, നിങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റായി എന്ന് വരാം. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുന്ന ഉത്തമമായിരിക്കും. ജീവിതത്തിൽ നടത്തേണ്ട കാര്യങ്ങളായാലും നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളായാലും ഈ ഒരു മാസത്തേക്ക് തള്ളി മാറ്റുന്ന നിങ്ങൾക്ക് ദോഷഫലത്തെ പ്രദാനം ചെയ്യുക, നല്ല ഫലത്തെ തന്നെയാണ് പ്രദാനം ചെയ്യുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഏജ് ഒന്നും ആയിട്ടില്ല, വിവാഹം കഴിക്കേണ്ട ഏജ് ഒന്നും ആയിട്ടില്ലെങ്കിൽ ഈ മാസം തള്ളിവിടുക, അത്ര അനുകൂലമായ സമയമല്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ നിങ്ങൾ 21 അല്ലെങ്കിൽ 24 ആണെങ്കിൽ ഈ ഒരു മാസം പോട്ടെ, അത്ര അനുകൂലമായ സമയമല്ല. ഇനി അഥവാ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലക്കെ പ്രശ്നങ്ങൾ ഒക്കെ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്, പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ജാതകം വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ വരും. ഓക്കെ, സോ അതങ്ങനെ ചെയ്യാം. പൊതുവെ പറയുകയാണെങ്കിൽ ഈ ടൈം അത്ര നല്ലതല്ല. പ്രണയ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് പറയാനൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിനെന്താണ് അത്ര അവതരിപ്പിക്കാൻ അത്ര നല്ല സമയമൊന്നും അല്ല. ഇപ്പൊ പോയി അവതരിപ്പിക്കാണ് നിൽക്കണ്ട. നിങ്ങൾ മാക്സിമം നിങ്ങൾ റിലേഷൻഷിപ്പിലായാലും സത്സന്ധമാവാൻ ശ്രമിക്കുക. ഇപ്പൊ പോയി പറഞ്ഞു നടത്തി നിങ്ങളുടെ ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടിയെന്ന് ചിലപ്പോൾ വരില്ല, എല്ലാവരുടെ കാര്യമല്ല. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജാതകത്തില് നമ്മുടെ ഇപ്പം പ്രണയിക്കുന്ന ആളുടെ ജാതകമായാലും നമ്മുടെ കുടുംബത്തിലൊക്കെ ആളുടെ ജാതകം നോക്കുകയാണെങ്കിലൊക്കെ
അനുസരിച്ച് എന്താ ആ ഒരു ഫലത്തിന് വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഇപ്പം എന്റെ അടുത്ത് വന്നൊരു കാര്യം പറയുന്ന ഒരു അപ്രോച്ച് ആയിരിക്കില്ല വേറൊരാളുടെ അടുത്ത് വരുമ്പോൾ അവർ പറയുന്ന അപ്രോച്ച്. സോ അപ്രോച്ച് വ്യത്യാസം ഉണ്ടാവും, അവർ ചെയ്യുന്ന ഡിസിഷൻ വ്യത്യാസം ഉണ്ടാവാം. സോ ആ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രണയ കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കുന്നതായിരിക്കും ഉത്തമം. വീട്ടിൽ പോയി പറഞ്ഞ് അത് നടത്തി കിട്ടും എന്നൊരു പ്രതീക്ഷയോടെ നിങ്ങൾ പോയി പറഞ്ഞ് ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. ഞാൻ പറഞ്ഞു ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സങ്കടത്തെ കൊണ്ടുവന്ന് വരാൻ സാധ്യതയുണ്ട്. പ്രണയ കാര്യങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കാം. ചെലവുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെലവുകൾ ഉണ്ടാവും. എന്നാൽ നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ആ ചെലവനുസരിച്ചുള്ള വരുമാനം നമുക്ക് ലഭിക്കും. ഓക്കെ, നിങ്ങൾക്ക് 100 രൂപ ചെലവുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ ലഭിക്കും. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ചെലവുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ലഭിക്കാനുള്ള മാർഗമുണ്ട്. അതിനുള്ള വരുമാനം അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിച്ചാൽ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ശ്രമിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ്. മടി, അലസത ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരാം. 1 പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ 2 പഠിക്കേണ്ടവരാം, 3 പഠിക്കേണ്ടവരാം, 4 പഠിക്കേണ്ടവരാം, 10 പഠിക്കേണ്ടവരാം. ഇരട്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ബട്ട് നെവർ ടയർഡ്. മടുക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. വർക്ക് ഹാർഡ്. എന്താണ്, ഇറ്റ് ഗീവ്സ് യു റിസൾട്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല ഫലത്തെ തന്നെ പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെ സഹായിക്കാനൊക്കെ പറ്റിയ സപ്പോർട്ടൊക്കെ നിങ്ങളെ പേരൻസ്, ടീച്ചേഴ്സ്, ഒരു എക്സ്പേർട്ടിന്റെ കയ്യിലൊക്കെ നിങ്ങളെ സഹായിക്കാൻ പറ്റിയത് ആരാണോ, നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ആരാണോ അവരുടെ ഹെൽപ്പ് ചോദിക്കുക. ഓക്കെ, എന്നിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് ഒരു ഡിസിഷൻ ഒക്കെ എടുക്കാൻ ശ്രമിക്കുക. ഒപ്പീനിയൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. കാരണം എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും കൃത്യമായ വൈദ്യ പരിശോധന നടത്തുക, കൃത്യമായി മരുന്ന് കഴിക്കുക. അത് ഇന്ന മരുന്ന് കഴിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മരുന്ന് രീതി എന്താണോ, ട്രീറ്റ്മെന്റ് ഏതാണോ അത് എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഡൈജഷൻ പ്രോബ്ലം ഒക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഭക്ഷണം കാര്യങ്ങൾ കഴിക്കും, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു, അമിതമായ പ്രതീക്ഷ വേണ്ട, എക്സ്പെക്ടേഷൻ വേണ്ട. ഇനി അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ടെൻഷൻ വരാൻ സാധ്യതയുണ്ട്, അമിതമായ ടെൻഷൻ. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കും. കുറെയൊക്കെ നിങ്ങളുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ചിന്തയാണ്, അതൊക്കെ എടുത്ത് തൂക്കി പല്ലേക്കാണ്. ഓക്കെ, ഇത്ര നാളും നിങ്ങൾക്ക് കുറെ ടെൻഷൻ ഉണ്ടാക്കാം. നിങ്ങളുടെ മനസ്സിൽ കുറെ ചിന്തകൾ ഉണ്ടായിരുന്നായിരിക്കാം. നിങ്ങളുടെ മനസ്സിൽ പല ദുഃഖങ്ങൾ ഉണ്ടാവാം, നിങ്ങളുടെ മനസ്സിൽ പല സങ്കടങ്ങൾ ഉണ്ടാവാം. പലരും നിങ്ങളോട് തെറ്റായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവാം. പലരും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവാം. എന്തുമാവട്ടെ, പലരും നിങ്ങൾ പ്രതീക്ഷ പോലെ ആയിരിക്കില്ല നിങ്ങളെ കണ്ടത്, അല്ലെങ്കിൽ പലരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലായിരിക്കില്ല അവര് നിങ്ങളുടെ അടുത്ത് പെരുമാറിയത്. ബട്ട് എന്തു ആയിക്കോട്ടെ, നിങ്ങൾ അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനി മുന്നോട്ടുള്ള ലൈഫും നിങ്ങൾക്ക് ബോറായിട്ട് പോകും. സോ അതിനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം, മുമ്പോട്ട് ഫ്യൂച്ചറിനെ ചിന്തിച്ച് പോവുക, നമ്മുടെ പ്രസന്റിൽ ജീവിക്കുക. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നല്ല കാര്യങ്ങളൊക്കെ നടക്കും. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മള് എന്താണ്, ലോജിക്കും കൂടി ചിന്തിക്കുക കേട്ടോ. നിങ്ങൾ ലോജിക് കൂടി ഉൾപ്പെടുത്തി ചിന്തിക്കുക. പിന്നെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഉത്തമമാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. യോഗ ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ക്ഷേത്ര ദർശനം, ആരാധന പോവുക, കീർത്തനങ്ങൾ ചെയ്യുക, മന്ത്രം ജപിക്കുക, ഇതൊക്കെ നല്ലതാണ്. ഹോമങ്ങൾ നടത്തുക, അതൊക്കെ ഉത്തമമായിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് നല്ലൊരു നമ്മളിപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള സറൗണ്ടിങ് നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളോട് ആരെങ്കിലും നെഗറ്റീവായിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചെവി അങ്ങ് കുത്തുക, അവർ പറയുന്നത് കേൾക്കണ്ട. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഓപ്പൺ ആക്കി വെക്കണം. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവിയോടെ പോകണം. നിങ്ങൾ അത് ഇടയ്ക്ക് നിർത്തല്ല. അവർ പറയുന്ന നെഗറ്റീവ് മൈൻഡിൽ ഇട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കി ദുഃഖിച്ച് വിഷമിച്ച് നിങ്ങൾക്ക് മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയൊക്കെ ചിന്തിച്ചാൽ മതി. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നേ. നിങ്ങൾ മനസ്സിലായില്ലേ? ഇത്രയൊക്കെയാണ് കന്നിക്കൊന്നകളുടെ ഫലം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവെ ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായത് വിചാരിക്കുന്നു. എന്തിനൊക്കെ സംശയങ്ങളുണ്ട് താരെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ഫലങ്ങളൊക്കെ കേട്ടിട്ട് ടെൻഷൻ അടിച്ചും സന്തോഷിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടാവും നിങ്ങൾ ഓരോരുത്തരല്ലേ. അപ്പം ഇതൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കോമൺ പ്രഡിക്ഷൻ ആണ്, അത് മനസ്സിലാക്കുക. അത് മാത്രമല്ല
നല്ല ഫലക്കാര് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഫലവും കിട്ടൂല. നമ്മുടെ കർമ്മത്തിനാണ് നമുക്ക് ഫലം കിട്ടുന്നത് അല്ലെ. അപ്പൊ നല്ല സമയത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്കൊരു റിസൾട്ടും കിട്ടില്ല. മനസ്സിലാക്കുക. ദോഷഫലമുള്ളവർ ചെയ്യേണ്ടത് അടങ്ങി ഒതുങ്ങി ഇങ്ങനെ വീട്ടിൽ കയറി അടങ്ങാതിരിക്കുക. ഇരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോണില്ല. നിങ്ങൾ പരിശ്രമിക്കുക, ഇപ്പൊ വെച്ച് പരിശ്രമിക്കുക. ചിലപ്പോ നിങ്ങൾക്ക് ഇപ്പൊ റിസൾട്ട് കിട്ടിയെന്ന് വരില്ലെന്നേ. നിങ്ങൾക്ക് നല്ല സമയം വരുമ്പോൾ റിസൾട്ട് കിട്ടും. അല്ലെ നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും. അത് നിങ്ങൾ പരിശ്രമിക്കണ്ടേ. ഒരു ജോലി കിട്ടണം, ജോലി കിട്ടാൻ യോഗമുണ്ട് എന്ന് പറഞ്ഞ് ചുമ്മാ വീട്ടിൽ കിടന്നേ എന്നാ മോനെ പിടിച്ചോ ജോലി, അല്ല എന്നാ മോളെ പിടിച്ചോ ജോലി എന്ന് പറഞ്ഞാൽ ആരും കൊണ്ടുവരില്ല. നമ്മളത് വർക്ക് ചെയ്യാൻ അതിനു വേണ്ടി അന്വേഷിക്കണം. അതുപോലെ മോശ സമയമാണെങ്കിൽ നമുക്ക് നല്ല വർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നു, നമ്മൾ പറയാം ഇപ്പൊ മോശം സമയം, ഇപ്പൊ ഞാനില്ല, മാറി നിൽക്കണ്ട, നിങ്ങൾ ചെയ്യുന്നേ. നമുക്ക് പറഞ്ഞ എപ്പോഴും പറയാറുണ്ട്, എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോജിക്കും കൂടി ചിന്തിക്കണം. ഓക്കെ, ലോജിക്കും കൂടി ചിന്തിച്ച് മാത്രം നമ്മുടെ നമ്മളൊരു നല്ലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ നടത്തിയ ശേഷം മാത്രം ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് പോവാം. നമ്മുടെ വ്യക്തി കാരണം കോമൺ ഡിസിഷൻ അറിഞ്ഞിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ കോമൺ ഡിസിഷൻ റിസൾട്ട് അല്ലെങ്കിൽ ആ ഇത് മതി. ബട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ നമ്മൾ പേഴ്സണൽ കൺസൾട്ടേഷൻ ചെയ്ത് മാത്രം മുന്നോട്ട് പോവാ കേട്ടോ. അത് എന്തൊരു വിഷയത്തിലായാലും നിങ്ങൾക്ക് വിശ്വാസം ന്യൂമറോളജി ആണോ, ഓക്കെ ന്യൂമറോളജി കൺസൾട്ട് ചെയ്യുക, എന്നിട്ട് പോവാ. ഓക്കെ, ആ രീതിയിലൊക്കെ ചെയ്യുക. അപ്പം ഈ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. പറഞ്ഞേക്കണ കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഇതിൽ നിന്ന് ലോജിക്കോട് ചിന്തിക്കാൻ. ഇത് പൊതുഫലമാണ് മനസ്സിലാക്കുക, കോമൺ പ്രഡിക്ഷൻ ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലും ഫലം മാറും അല്ലേ. നമ്മുടെ ജാതകം വെച്ച്, നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന പൊസിഷൻ വെച്ച് നമ്മുടെ ഫലം മാറ്റം വരും. പിന്നെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് ലഭിക്കും. നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കണം. നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടണം. നമ്മുടെ ചക്ര എങ്ങനെയാണ്, നമ്മുടെ ഓറ എങ്ങനെയാണ്, ഓറ എനർജി ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട് അല്ലേ. സോ അതനുസരിച്ച് നമ്മുടെ ഓറയുടെ എനർജി ഒക്കെ ഓരോരുത്തർക്കും വ്യത്യാസമാണ്. സോ അതനുസരിച്ച് നമ്മുടെ ഫലവും മാറും എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് മാത്രമേ നമുക്കൊരു പ്രഡിക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നീ ആസ്ട്രോളജി മാത്രമായിട്ട് നോക്കാൻ നമ്മൾ ജാതകം പരിശോധിക്കാൻ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ട് പ്രശ്നം അറിയാൻ പറ്റുള്ളൂ. ചാരഫലമാണ് അല്ലെ. ചാരഫലം എന്ന് പറയുന്നത് നമ്മളെ എന്താണ്, നമ്മുടെ മനസ്സിലേക്കാണ് കൂടുതലായിട്ട് ബാധിക്കുക എന്ന് പറയുക. സോ നമ്മുടെ ആയിട്ടുള്ള കാര്യം നമുക്കൊരു പ്രഡിക്ഷൻ ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അറിയണം കേട്ടോ. അപ്പം നമ്മുടെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അവർ അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാം, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. അല്ലാതെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ താരെ കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, വീട്ടിലുള്ള അംഗങ്ങളുടെയൊക്കെ പേര്, നക്ഷത്രമൊക്കെ താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയ് മാസത്തില് നടക്കുന്ന പൂജയില് നിങ്ങളുടെ കാര്യവും പ്രാർത്ഥിക്കുന്നതായിരിക്കും. സോ എന്ത് ചെയ്യാ, താരെ പേരും നക്ഷത്രം കമന്റ് ചെയ്യുക. പിന്നെ എന്ത് കാര്യമാണ് നടക്കേണ്ടതെന്ന് ഇപ്പൊ നടക്കേണ്ട കാര്യം കൂടി ചെയ്തുവാണെങ്കിൽ അതിന് ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും കോമൺ ആയിട്ടുള്ള പ്രാർത്ഥനയായിരിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് ചിന്തിക്കുക, കമന്റ് ചെയ്യുക. അപ്പം കമന്റ് ചെയ്യുമ്പം പേര്, നക്ഷത്രം ഇങ്ങനെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം പൂർണ്ണമായിട്ട് മനസ്സിലായി വിചാരിക്കാൻ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ട് താരെ കമന്റ് ചെയ്യാൻ, ഡൗട്ട് ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6 എത്ര കമന്റ് വേണമെങ്കിലും ഇടാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.